നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കല്ലൂർ നായരങ്ങാടിയിൽ മരം മുറിക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ തൊഴിലാളി മരിച്ചു. മരിച്ചത് പാറക്കാട് വാഴക്കാല മെൽവിൻ. പുതുക്കാട് മുപ്ലേം ഇഞ്ചക്കുണ്ട് കോടാലി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. തൃശൂർ ജില്ലാ കളക്ടറായി ശിഖ സുരേന്ദ്രൻ ചുമതലയേറ്റു. അർജുൻ പാണ്ഡ്യനെ യാത്രയാക്കി സഹപ്രവർത്തകർ. ലഹരിവർജന മിഷൻ വിമുക്തിയുടെ 5ാം ഘട്ടമായ കമ്മ്യൂണിറ്റി റീച്ച് ഔട്ട് പ്രോഗ്രാമിന്റെ ഇരിങ്ങാലക്കുട മണ്ഡലം തല ഉദ്ഘാടനം മന്ത്രി R ബിന്ദു നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കല്ലൂർ നായരങ്ങാടിയിൽ മരം മുറിക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കല്ലൂർ പാറക്കാട് വാഴക്കാല മെൽവിനാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. മരം മുറിക്കുന്ന ജോലിക്കിടെ മെൽവിൻ താഴേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മെൽവിനെ ഉടൻ തന്നെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. പരേതനായ ബെന്നിയുടെയും കുമാരിയുടെയും മകനാണ് മെൽവിൻ. പുതുക്കാട് മുപ്ലിയം ഇഞ്ചക്കുണ്ട് കോടാലി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. നാടിപ്പാറ ഇഞ്ചക്കുണ്ട് കോടാലി ഈ റോഡ് നേരത്തെ പറഞ്ഞ പോലെ 18.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് സാധാരണ നിലയിൽ നമ്മൾ ചെയ്തു വരാറുള്ളത് പാച്ച് വർക്ക് നടത്തുക, അതിൻ്റെ മുകളിൽ ഓവർലേ ചെയ്യുക. അത് BMBC അല്ലല്ലോ, സാധാരണ നിലയിലുള്ള ഒരു ഓവർലേ ചെയ്ത് പോകുക എന്നതായിരുന്നു. കേരളത്തിലെമ്പാടും ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, പൊതുമരാമത്ത് വകുപ്പ് കഴിയാവുന്നത്ര റോഡുകൾ മികച്ച റോഡുകളാക്കുക, BMBCയിൽ തന്നെ ഏറ്റവും മികച്ച റോഡുകളാക്കുക എന്ന പ്രത്യേകമായ ഇടപെടൽ നടത്തി കേരളത്തിൽ മുന്നോട്ട് പോകുന്നു. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ റോഡിനെയും നമുക്ക് ആ നിലവാരത്തിൽ ഉയർത്തണം എന്ന കാഴ്ചപ്പാടിൻ്റെയും തീരുമാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഈ റോഡ് സാധാരണ നിലയിൽ ഓവർലേ ചെയ്ത് 1 കോടി രൂപ 1.5 കോടി രൂപ എടുത്ത് ഓവർലേ ചെയ്യാവുന്നതുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം, ഈ ഞങ്ങൾ 2 റോഡ് ഇപ്പോൾ ഓവർലേ ചെയ്തു. അത് ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്ന 2 റോഡുകളാണ്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൻ്റെ ഓവുങ്ങൽ മുതലുള്ള വെള്ളിക്കുളങ്ങര വരെയുള്ള ആ റോഡ്, മറ്റതൊക്കെല്ലാം BMBC ആയി കഴിഞ്ഞു. അവിടെ നിന്നുള്ള റോഡ് കിഫ്ബിയുടെ ഫണ്ടാണ്, 10 മീറ്റർ വേണം എന്നുള്ളത് കൊണ്ട് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കോടാലി റോഡ്, ഈ റോഡ് കുറച്ചു കാലമായി വേണ്ടത്ര മറ്റു റോഡുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സുഗമമായ രീതിയിലല്ല കടന്നിരുന്നത്. അങ്ങനെ സംഭവിക്കുന്നതിനിടയായ കാര്യം, ഈ റോഡിന്റെ നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് കിഫ്ബി വഴി നമുക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി ഉണ്ടായ ചെറിയ കാലതാമസമാണ്. വേണമെങ്കിൽ ഈ റോഡ് പല ആവർത്തി നമുക്ക് മെയിൻ്റനൻസ് നടത്തിയൊക്കെ പോകാൻ കഴിഞ്ഞെങ്കിലും റോഡിന്റെ സമ്പൂർണമായ ഒരു കുറ്റമറ്റ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നമുക്ക് അവസരം വന്നിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ബാബ് എന്ന കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി അതിൻ്റെ ടെൻഡർ എടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 72.95 കോടിയുടെയും ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് പ്രോജക്ട് ഡയറക്ടർ കിഫ്ബി ഈ പ്രവൃത്തി ദർഖാസ്ത് ക്ഷണിക്കുകയും, കിഫ്ബി അല്ല, പ്രോജക്ട് ഡയറക്ടർ KRFB ഈ പ്രവൃത്തിയുടെ ദർഖാസ്ത് ക്ഷണിക്കുകയും ഏറ്റവും കുറഞ്ഞ ദർഖാസ്ത് സമർപ്പിച്ച ബാബ്സ് കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് ദർഖാസ്ത് ഉറപ്പിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രവൃത്തിയുടെ പൂർത്തീകരണ കാലാവധി 18 മാസമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. തൃശൂർ ജില്ലാ കളക്ടറായി ശിഖ സുരേന്ദ്രൻ ചുമതലയേറ്റു. കളക്ടറേറ്റിലെത്തിയ പുതിയ കളക്ടറെ
ചേംബറിൽ സ്ഥാനമൊഴിയുന്ന കളക്ടർ അർജുൻ പാണ്ഡ്യനും കളക്ടറേറ്റിൽ ADMA മനോജും ചേർന്ന് സ്വീകരിച്ചു. സബ് കളക്ടർ അഖിൽ വി മേനോൻ, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ് എന്നിവരും സന്നിഹിതരായിരുന്നു. തൃശൂർ കളക്ടറായിരുന്ന അർജുൻ പാണ്ഡ്യനെ കാസർഗോഡ് ജില്ലാ കളക്ടറായി സ്ഥലം മാറ്റിയ സാഹചര്യത്തിലാണ് പുതിയ കളക്ടർ ചുമതലയേറ്റത്. കേരള ടൂറിസം ഡയറക്ടർ പദവിയിൽ നിന്നാണ് അവർ ജില്ലാ ഭരണകൂടത്തിന്റെ തലപ്പത്തേക്ക് എത്തിയത്. ജില്ലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഉദ്യോഗസ്ഥയാണ് ശിഖ സുരേന്ദ്രൻ. നേരത്തെ തൃശൂർ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണറായി പ്രവർത്തിച്ചിട്ടുള്ളത് അവർക്ക് ഭരണനിർവഹണത്തിൽ മുതൽക്കൂട്ടാകും. 2018 കേരള കേഡർ IAS ഉദ്യോഗസ്ഥയായ ശിഖ സുരേന്ദ്രൻ എറണാകുളം സ്വദേശിയാണ്. കോതമംഗലം MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് സിവിൽ സർവീസിംഗ് ബിരുദം നേടിയ ശേഷം സിവിൽ സർവീസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവർ 2 വർഷമാണ് കഠിനമായി പരിശ്രമിച്ചത്. കോട്ടയത്ത് അസിസ്റ്റന്റ് കളക്ടർ, കൊല്ലത്തും ഒറ്റപ്പാലത്തും സബ് കളക്ടർ, തൃശൂരിൽ ജില്ലാ വികസന കമ്മീഷണർ, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറി, കേരളത്തിലെ ലൈഫ് മിഷന്റെ CEO എന്നീ പദവികൾ അവർ വഹിച്ചിട്ടുണ്ട്. നിലവിൽ ടൂറിസം വകുപ്പ് ഡയറക്ടറായും കേരള ടൂറിസം വികസന കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായും അവർ സേവനമനുഷ്ഠിക്കുന്നു. മലയാളം ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്ത സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ച ശിഖ ഇംഗ്ലീഷ് അറിഞ്ഞാൽ മാത്രമേ IAS കിട്ടൂ എന്ന പൊതുധാരണയെ തിരുത്തി കുറിക്കുകയായിരുന്നു. അക്കാഡമിക് തലത്തിലും തിളക്കമാർന്ന വിജയമാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. +2 മലയാളത്തിന് 100-ൽ 100 മാർക്ക് നേടിയ ശിഖ SSLC മുതൽ മികച്ച വിജയമാണ് തുടർന്നു പോന്നത്. BTech പഠനകാലത്ത് മികച്ച വിദ്യാർത്ഥിക്കുള്ള സമ്മാനവും അവർ നേടിയിട്ടുണ്ട്. തൃശൂരിന്റെ ജനകീയ കളക്ടർ അർജുൻ പാണ്ഡ്യനെ യാത്രയാക്കി സഹപ്രവർത്തകരും പ്രിയപ്പെട്ടവരും. തിങ്കളാഴ്ച രാവിലെ പുതിയ ജില്ലാ കളക്ടറായി സുരേന്ദ്രൻ ചുമതല കൈമാറിയ ശേഷം അർജുൻ പാണ്ഡ്യൻ സിവിൽ സ്റ്റേഷന്റെ പടിയിറങ്ങി. അർജുൻ പാണ്ഡ്യൻ എന്ന ജില്ലാ ഭരണാധികാരിയെ ഒരു തവണ പരിചയപ്പെട്ടവർ പോലും അദ്ദേഹത്തെ കണ്ട് യാത്ര പറയാൻ കളക്ടറേറ്റിലെത്തി. സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരെല്ലാം അദ്ദേഹത്തെ യാത്രയാക്കാൻ കളക്ടറേറ്റിന്റെ താഴെ നിലയിൽ എത്തിയിരുന്നു. എല്ലാവർക്കും ഹസ്തദാനം നൽകി നിറച്ചിരിയോടെ അഭിവാദ്യം ചെയ്ത് അർജുൻ പാണ്ഡ്യൻ ജില്ലാ ഭരണ സ്ഥിരാകേന്ദ്രത്തിന്റെ ആസ്ഥാനം വിട്ടിറങ്ങി. കാസർഗോഡ് വരുമ്പോൾ കാണാമെന്ന് സഹപ്രവർത്തകർ പറഞ്ഞപ്പോൾ തീർച്ചയായും കാണണം എന്നായിരുന്നു മറുപടി. കാറിൽ കയറി എല്ലാവർക്കും കൈവീശി യാത്ര പറഞ്ഞു പോകുമ്പോൾ തൃശൂരുകാരെ ഒരുപാട് സ്നേഹിച്ച തൃശൂർക്കാർ ഒരുപാട് സ്നേഹിച്ച ഒരു കളക്ടറാണ്. ഏറ്റെടുത്ത ഔദ്യോഗിക കൃത്യങ്ങൾ ഭംഗിയായി നിർവഹിച്ച പുതിയ ചുമതലകൾ നിർവഹിക്കാൻ കാസർകോട്ടേക്ക് പോയത്. ബിസിനസ് ന്യൂസ്. സോളാർ ആൻഡ് കൺട്രോൾ സിസ്റ്റം രംഗത്ത് വിശ്വസ്ത സേവനം നൽകുന്ന KPMG കൺട്രോൾസ് ഇനി പുതിയ ഇടത്തിലേക്ക്. വരന്തരപ്പിള്ളിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പുതിയ ഓഫീസ് സമുച്ചയം തുറന്നു. വരന്തരപ്പിള്ളി നന്ദിപുരം റോഡിലുള്ള പാം ഷോപ്പിംഗ് സിറ്റിയിലാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ഓഫീസ് സജ്ജമായിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷക്കാലമായി ഈ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച KPMG കൺട്രോൾസ് 6ാം വാർഷിക വേളയിലാണ് തങ്ങളുടെ സേവനം കൂടുതൽ വിപുലീകരിച്ചിരിക്കുന്നത്. KPMG മാനേജിംഗ് ഡയറക്ടർ ഷോണി പോളിന്റെ മാതാപിതാക്കളായ പോളും ത്രേസ്യയും ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാൻഡോ നന്ദിപുലം, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ KS ജിഷാദ, സുഹറ മജീദ, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു പ്രിയൻ, ഷിൽജി സുധീഷ്, ആൻസി, ഇസ ഫൗണ്ടേഷൻ പ്രൊജക്ട് ഹെഡ് വൈശാഖ, സ്ഥാപന ഉടമ ഷോണി പോൾ, സ്മിത ഷോണി, സലീഷ് വാരാക്കര തുടങ്ങിയവർ സന്നിഹിതരായി. നമസ്കാരം. നമ്മളുടെ KPMG കൺട്രോൾസ് എന്ന നമ്മുടെ സ്ഥാപനം ആരംഭിച്ച് ഇപ്പോൾ 6ാം വർഷത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പുതിയ ഒരു ഓഫീസിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മൾ കുറച്ചുകൂടെ സൗകര്യാർത്ഥം അത് നമ്മളുണ്ടായിരുന്ന അതേ ബിൽഡിങ്ങിൽ തന്നെ വരന്തരപ്പിള്ളി പഞ്ചായത്ത് ഓഫീസിൻ്റെ മുൻപിൽ ഉള്ള പാം ഷോപ്പിംഗ് സിറ്റിയിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്രണ്ടിൽ ആണ് നമ്മുടെ സ്ഥാപനം ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതേ ബിൽഡിങ്ങിൽ തന്നെയായിരുന്നു നമ്മൾ. അതുപോലെ തന്നെ നമ്മളുടെ സർവീസുകൾ എന്ന് പറയുന്നത് ഒരുപാട് സർവീസുകൾ ക്ലബ് ചെയ്തിട്ട്, അതായത് CSC ഇൻഷുറൻസ്, അതായത് പഞ്ചായത്ത് വില്ലേജ് സേവനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും, അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള സോളാർ ഇൻസ്റ്റാളേഷൻ, സോളാർ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ്, അതുപോലെ തന്നെ ഇൻവെർട്ടേഴ്സ്, CCTV ക്യാമറകൾ, അതുപോലെ തന്നെ റിമോട്ട് ഗേറ്റ്, ഹോം ഓട്ടോമേഷൻ, അത്തരത്തിൽപ്പെട്ട ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഒരു വീട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്കോ ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസുകളും ഒരു കുടക്കീഴിൽ എന്നൊരാശയത്തിൻ്റെ അടിത്തറയിലാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു സ്ഥാപനം ഇപ്പം ഇങ്ങനെ നടന്നു പോകുന്നത്. ഇതിൽ
നമ്മളുടെ CCTV അല്ലെങ്കിൽ സോളാർ മേഖലയിൽ ഒരുപാട് പേരുണ്ടെങ്കിലും വളരെ ഇതിനെ പറ്റിയിട്ട് കൃത്യമായി പഠിച്ച് അതുപോലെ തന്നെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളിലും അറ്റൻഡ് ചെയ്ത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വളരെ കുറവുള്ളൂ. നമ്മൾ അത്തരത്തിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ കൃത്യമായിട്ട് തിയറിറ്റിക്കലും പ്രാക്ടിക്കലുമായിട്ടുള്ള അറിവുള്ള ടെക്നീഷ്യന്മാരാണ് നമ്മളുടെ എല്ലാ വർക്കുകളും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് ഇൻസ്റ്റാളേഷൻ 200-ലധികം സോളാർ ഇൻസ്റ്റാളേഷൻസ് നമ്മളുടെ ഭാഗങ്ങളിലും മറ്റ് അടുത്ത ജില്ലകളിലുമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് സേവനങ്ങൾ പഞ്ചായത്ത് വില്ലേജ് CSC സേവനങ്ങൾക്കൊക്കെ ആയിട്ട് എല്ലാവരും നമ്മളോട് സഹകരിക്കണമെന്ന് വിരുദ്ധമായ അപേക്ഷിക്കുന്നു. സോളാർ പവർ സിസ്റ്റംസ്, CCTV, ഹോം സെക്യൂരിറ്റി സിസ്റ്റംസ്, ഇൻവെർട്ടറുകൾ, സോളാർ വാട്ടർ ഹീറ്ററുകൾ, ഹോം ഓട്ടോമേഷൻ, നെറ്റ്വർക്ക് സിസ്റ്റം, എനർജി ഓഡിറ്റിംഗ്, റിമോട്ട് ഗേറ്റ് ആൻഡ് ഷട്ടേഴ്സ്, EV ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങി നിരവധി സേവനങ്ങളാണ് സ്ഥാപനം ഉറപ്പു നൽകുന്നത്. ഗൃഹോപയോഗത്തിനും വാണിജ്യ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വിവിധ മോഡലുകളും സേവനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സോളാർ സംവിധാനങ്ങളുടെ ഇൻസ്റ്റലേഷൻ, സർവീസ് എന്നിവയും ഷോപ്പിലൂടെ ലഭ്യമാകും. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഓരോ സ്റ്റാഫ് അംഗങ്ങളുടെയും പേര് കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ജനങ്ങൾക്ക് ഏറ്റവും എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അപേക്ഷകളൊക്കെ മാനുവലായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. എല്ലാം ഓൺലൈൻ വഴിയാണ് ചെയ്യാൻ പറ്റുക. അപ്പം നമ്മുടെ പഞ്ചായത്തിൽ എന്ത് അപേക്ഷ വന്നാലും നമ്മൾ ഓൺലൈനായിട്ടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഗവൺമെൻറ് കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ പറ്റുക. അപ്പോൾ അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ നല്ലൊരു സേവനം നൽകാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് മാത്രം ഏറ്റവും സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ആശംസകൾ നേരുന്നു. ഒരിക്കൽ കൂടി ഫാമിലിക്ക് ഈ ഒരു പുതിയ വർഷം നല്ലതായി തീരട്ടെ എന്നും അതുപോലെ തന്നെ ഒരു ബിസിനസ് സ്ഥാപനം കൂടുതൽ ബ്രാഞ്ചസ് അടുത്ത വർഷം ഉണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് അതിഗംഭീരമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഒരു റിയാക്ഷൻ ഒക്കെ തന്നെ ഏറെ സന്തോഷിക്കുന്നതായിരുന്നു. അപ്പം ഇനിയും ഇവരുടെ വളർച്ചയിൽ ഏറെ സന്തോഷിക്കാനുള്ള ഒരു ഇടവരട്ടെ എന്ന് മാത്രം ആശംസിക്കുക. ഒരു നല്ല ഓഫീസാണ്. അപ്പോൾ ഈ ജനങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ അവരുടെ ആവശ്യങ്ങൾ നടന്നു പോകാൻ ഈ ഓഫീസ് സഹായിക്കട്ടെ. നമുക്ക് എല്ലാവിധ അഭിവൃദ്ധികളും നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്തിന് മുന്നിൽ തന്നെ എല്ലാം ഒരു പ്രത്യേകമായിട്ട് ഡിജിറ്റൽ സേവാ കേന്ദ്രം പിന്നെ സാധാരണക്കാർക്ക് വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസുകൾ അതുപോലുള്ള മറ്റു ഓഫീസുകളിൽ നിന്ന് ഇനിയുള്ള കാലങ്ങളിൽ എല്ലാവർക്കും പൊതുവായ എല്ലാ സേവനവും നല്ല രീതിയിൽ ലഭ്യമാകട്ടെന്നും അതിൻ്റെ വേണ്ട പ്രവർത്തനത്തിന് എല്ലാവിധ സഹായ സേവനങ്ങളും ഉണ്ടാകുമെന്നും ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നന്ദി. എത്തിച്ചേർന്ന് ഇതിൽ ആശംസകൾ അറിയിപ്പിക്കാനും അതുപോലെ സ്നേഹങ്ങൾ പങ്കുവയ്ക്കാനും എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. KPMG കൺട്രോൾസ്, ദി സിസ്റ്റം എക്സ്പെർട്ട്, ലൊക്കേഷൻ പാം ഷോപ്പിംഗ് സിറ്റി, പഞ്ചായത്ത് ഓഫീസിന് എതിർവശം, നന്ദിപ്പുലം റോഡ്, വരന്തരപ്പിള്ളി. വിളിക്കുക 8945756531 അല്ലെങ്കിൽ 7736636781. ലഹരി വർജന മിഷൻ വിമുക്തിയുടെ 5ാം ഘട്ടമായ കമ്മ്യൂണിറ്റി റീച്ച് ഔട്ട് പ്രോഗ്രാമിന്റെ ഇരിങ്ങാലക്കുട മണ്ഡലം തല ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. മികച്ച ലഹരി വിരുദ്ധ ക്ലബിനുള്ള അവാർഡ് പുതുക്കാട് GVHSS കരസ്ഥമാക്കി. മാതൃകാപരമായ നേതൃത്വത്തിന് സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് MP ബിന്ദുവും സ്കൂൾ കൌൺസിലർ PT ടീനയും അർഹരായി. മികച്ച ഹയർ സെക്കൻഡറി ലഹരി വിരുദ്ധ ക്ലബിനുള്ള 3ാം സ്ഥാനം പുതുക്കാട് GVHSSന് ലഭിച്ചു. ഇരിങ്ങാലക്കുട എക്സൈസ് വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത്. കല്ലൂർ പാലക്കിപ്പറമ്പ് ശ്രീ കണ്ണംകുറ്റി ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകം തൊഴൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ ഗണപതി ഹോമം, ആലുക്കൽ പൊങ്കാല, തുടർന്ന് താലി എഴുന്നള്ളിപ്പും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു. വൈകിട്ട് നടക്കുന്ന വിവിധ ദേശങ്ങളിൽ നിന്നുള്ള താലിവരവും താലി സമർപ്പണവും പ്രധാന ചടങ്ങാണ്. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി OC കൃഷ്ണൻ നമ്പൂതിരിയും കാർമ്മികനായിരുന്നു. മണലിയിൽ ദേശീയപാതയോരത്ത് പുല്ലിന് തീപിടിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 5:30 സംഭവം. പഴയ സെന്റ് സെബാസ്റ്റ്യൻസ് ഓട്ട് കമ്പനിയുടെ പരിസരത്താണ് തീപിടിച്ചത്. ദേശീയപാതയോരത്തെ ഇന്റർനെറ്റ് കേബിളുകൾ തീപിടുത്തത്തിൽ നശിച്ചിരുന്നു.
പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. ആളപായമോ മറ്റു വലിയ നാശനഷ്ടങ്ങളോ ഇല്ല. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ 104ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സർഗം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് കല്ലറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക TM ശകുന്തള, വൈസ് പ്രസിഡന്റ് മിനി, CC ബിജു, KR ഔസേബ്, അക്ഷയ് സന്തോഷ്, ബിജു തെക്കൻ, സ്വാതി സനീഷ്, ഷിബി സുബ്രഹ്മണ്യൻ, പ്രീതി ജേക്കബ്, PTA പ്രസിഡന്റ് TR രാകേഷ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാവിരുന്നരങ്ങേറി. വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂളിൽ പ്ലാൻ ഫണ്ടും SSK ഫണ്ടും ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും സ്കൂൾ വാർഷികാഘോഷവും നടത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ വിനിയോഗിച്ച് വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 5 ക്ലാസ് മുറികളുടെയും SSK ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച 2 ക്ലാസ് മുറികളുടെയും സംയുക്ത ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് അധ്യക്ഷത വഹിച്ചു. 28 വർഷത്തെ ദീർഘകാല സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക VN ഷീനയ്ക്ക് യാത്രയയപ്പും നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി മോൾ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ CC ബിജു, KR ഔസേബ്, രനി KR, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ കുമാർ, ചാലക്കുടി AEO PB നിഷ, പ്രധാന അധ്യാപിക ഷൈനി ജോൺ, സ്റ്റാഫ് സെക്രട്ടറി PR ദീപ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK സന്തോഷ് കുമാർ, SRG കൺവീനർ PA സുനിത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പ്ലാൻ ഫണ്ട്, ബഡ്ജറ്റ് ഫണ്ട് ഇതെല്ലാം ക്രമീകരിച്ച് പ്രത്യേകമായി ഓരോ മേഖലയിലും കണ്ടിട്ടാണ് നമ്മൾ പ്രവർത്തന പരിപാടി തയ്യാറായത്. എല്ലാം ഇവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ ഉദ്ഘാടനം കഴിഞ്ഞ അവിടെ 2 ക്ലാസ് റൂമും കൂടി ഇപ്പോൾ പണി പൂർത്തീകരിക്കുന്നുണ്ട്. SSK ഫണ്ടിൻ്റെ ഭാഗമായിട്ട് 2 ക്ലാസ് റൂം മാറ്റുന്നതിന് വേണ്ടി ഒരു അധ്യാപകൻ കൂടിയായിട്ടുള്ള രവീന്ദ്ര മാസ്റ്റർ നേതൃത്വത്തിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു. അതിൻ്റെ തൽഫലമായിട്ടാണ് സ്കൂളുകളെല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഒട്ടനവധിയായിട്ടുള്ള കോടിക്കണക്കിന് രൂപകളാണ് നമ്മുടെ ഗവൺമെൻറ് വിദ്യാലയങ്ങളെ പരിപോഷിക്കുന്നതിന് വേണ്ടി സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിന് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം തുറന്നു വന്ന ഗവൺമെൻറ് നമ്മുടെ ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ MLA ആയിട്ടുള്ള രാമചന്ദ്രേട്ടനും നമ്മുടെ നേരത്തെ രാമചന്ദ്രേട്ടൻ തന്നെ MLA സൂചിപ്പിച്ചു. നമ്മുടെ പഞ്ചായത്ത് മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടിങ്കറിംഗ് ഫെസ്റ്റ് 2026 സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം സജിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക മിനി അധ്യക്ഷത വഹിച്ചു. അധ്യാപിക അമൃത കൃഷ്ണൻ, സീനിയർ അസിസ്റ്റന്റ് അമൃതപ്രിയ, SRG കൺവീനർ മുംതാസ്, അധ്യാപിക ടെൻസി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് MD അബ്ദുൾ സമദ് റോബോട്ടിക്സ്, AI സാധ്യതകൾ, ടെക്നോളജി എന്നിവയെപ്പറ്റി വിശദീകരിച്ചു. ടിങ്കറിംഗ് ലാബിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ 20ഓളം പ്രോജക്റ്റുകളാണ് പ്രദർശനത്തിനായി ഒരുക്കിയത്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
നമ്മുടെ കുട്ടികൾ പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നു, അവതരിപ്പിക്കുന്നു. കുട്ടികളുടെ സർഗാത്മകത അതുപോലെ ടെക്നോളജി, സാങ്കേതിക വിദ്യ രണ്ടും സമന്വയിപ്പിച്ചിട്ട് കുട്ടികളുടെ ഒരു ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ പ്ലസ് ഇന്നോവേഷൻ എല്ലാം കൂടി ഒരു ശാസ്ത്ര പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ ടിങ്കറിംഗ് ലാബ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം UP തലം മുതൽ തന്നെ കുട്ടികൾക്ക് സയൻസിനോടും ഇലക്ട്രോണിക്സ് മെയിനായിട്ട്. ഡോക്ടർ അളഗപ്പ ചെട്ടിയാർ സ്മാരക ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അക്ഷര കരോൾ നടത്തി. പ്രസിഡന്റ് മദൻകുമാർ ഉദ്ഘാടനം ചെയ്തു. A. സുരേഷ്, KG ജയകൃഷ്ണൻ, NF ഡൈജി എന്നിവർ പ്രസംഗിച്ചു. തകർന്നു വീഴാറായ വീട്ടിൽ തലചായ്ക്കാൻ ഇടമില്ലാതെ നിസ്സഹായതയോടെ ഒരു കുടുംബം. പേടിയില്ലാതെ അന്തി ഉറങ്ങാൻ ഇവർക്ക് ഉദാരമതികളുടെ സഹായം വേണം. വരന്തരപ്പള്ളി പഞ്ചായത്ത് 22-ാം വാർഡ് മാട്ടുമലയിൽ വെട്ടിയാടൻ വീട്ടിൽ തങ്കപ്പനും കുടുംബവുമാണ് ദുരിത ജീവിതം നേരിടുന്നത്. രോഗങ്ങൾ അലട്ടുന്ന തങ്കപ്പൻ ചേട്ടനും ഭാര്യ സീതയും, ഹൃദ്രോഗിയും അവിവാഹിതനുമായ മകനും അവിവാഹിതയായ മകളും അടങ്ങിയ 4-അംഗ കുടുംബം ഭീതിയോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. 70 വർഷത്തിലേറെ പഴക്കമുള്ള ഓടിട്ട വീട് ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ചിതലരിച്ച മേൽക്കൂരയും വിണ്ടുകീറിയ മൺചുവരുകളുമുള്ള ഈ വീടിനകത്ത് സമാധാനത്തോടെ ഒന്ന് കിടക്കാൻ ഒരു ഇടവുമില്ല. 17 സെന്റും വീടും ഉൾപ്പെട്ട സ്ഥലത്തിന്റെ ആധാരം കുറി കമ്പനിയിൽ പണയത്തിലാണ്. ജാമ്യവ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാതെ വന്നതോടെ ഇപ്പോൾ 5 ലക്ഷത്തിലധികം രൂപ നൽകിയാലേ ഇത് തിരിച്ചെടുക്കാനാകൂ. വയോധികയായ സീത സമീപത്തെ വീടുകളിൽ വീട്ടുജോലിയെടുത്താണ് കുടുംബം പോറ്റുന്നത്. ഹൃദ്രോഗിയായ മകന് പെട്രോൾ പമ്പിലെ ജോലിയിൽ നിന്നുള്ള വരുമാനം മരുന്നിന് പോലും തികയുന്നില്ല. നിത്യവൃത്തിക്കും മരുന്നിനും ബുദ്ധിമുട്ടുന്നതിനിടെ ആധാരം തിരിച്ചെടുക്കുന്ന കാര്യം ഇവർക്ക് അപ്രാപ്യമാണ്. വേനൽ മഴ എത്തിയതോടെ തകർന്നു വീഴാറായ വീട്ടിൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് 4 ജീവിതങ്ങളെന്ന് സീത സങ്കടത്തോടെ പറയുന്നു. 44 കൊല്ലമായി ഞങ്ങളിവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്കൊരു വീടില്ല. വീട് കിടക്കാനൊരു ഇതില്ലാത്ത പോലെയാണ് ഞങ്ങളുടെ അവസ്ഥ. ആൾക്കാണെങ്കിൽ വയ്യ, ആളുകൾ വയറ്റിലൊക്കെ മുഴയാണ്. മോനുണ്ട്, മോനും വയ്യ. അപ്പം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് സാധിപ്പിച്ച് തരിക. ഞങ്ങളുടെ അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. മഴ കാര്യം വയ്ക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് പേടിയാവുക. ചോർന്നിട്ട് കിടക്കാൻ പറ്റില്ല. ഒരു ദിവസം എൻ്റെ മേലിൽ 3 അണലിപ്പാമ്പ് വീണു. എന്നെ പിടിച്ച് കടിച്ചില്ല. അപ്പോഴേക്കും അയൽക്കാർ ഓടി വന്ന് എൻ്റെ മേലിൽ പാമ്പ് വീണിട്ട് എന്നെ പിടിച്ച് കടിച്ചില്ല. ഞാൻ നല്ല കമ്പിളിയോടൊക്കെ പൊതിച്ച് കിടക്കാറുണ്ട്. കർക്കിടക മാസത്തിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു വീട് സംഘടിപ്പിച്ച് തരികയാണെങ്കിൽ നല്ലൊരു കാര്യമായി. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടാണ്. ഞങ്ങളുടെ മേല് വീട് വീണാൽ ഞങ്ങൾ 3 ആളും ചത്തുപോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം. ലൈഫ് പദ്ധതിയിൽ ഇവർക്ക് വീടിനായി 4 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥലത്തിൻ്റെ മേലുള്ള ബാധ്യതകളാണ് ഇവർക്ക് തിരിച്ചടിയാകുന്നത്. നിലവിലെ സ്ഥലം വിൽപ്പന നടത്തി ബാധ്യത തീർത്ത് ബാക്കി തുകയ്ക്ക് 3 സെന്റ് സ്ഥലമെങ്കിലും വാങ്ങിയാൽ ലൈഫിൽ ഇവർക്ക് അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കാനാകും. എന്നാൽ ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വഴിയുള്ള ഇവരുടെ സ്ഥലം വാങ്ങിക്കാനും ആളില്ലാത്ത സ്ഥിതിയാണ്. സുമനസ്സുകൾ കനിഞ്ഞ് ഈ കുടുംബത്തിനായി സ്ഥലം നൽകാൻ തയ്യാറായാൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകാനാകുമെന്ന് വാർഡംഗം ഷീബ സന്ദീപ് പറഞ്ഞു. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയാണ്. ചേട്ടന് വയ്യാത്തതാണ്, തങ്കപ്പേട്ടന് വയ്യാത്തതാണ്. മകനും അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ പ്രായമായ ചേച്ചിയും, ആ ചേച്ചി പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സഹായം വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾ NCTV-കാർ ഈ തങ്കപ്പേട്ടന് ഇങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. അവർക്ക് ബാധ്യതകളുടെ ഒരു ഇത് കാരണം കൊണ്ടാണ് അവർക്ക് ലൈഫിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നൊക്കെ പാസ്സാകുന്ന വീടുകൾ കിട്ടുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നത്. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്ത് കിട്ടിയാൽ അത് വളരെ ഉപകാരമായിരിക്കും. നിസ്സഹായരും നിർധനരുമായ തങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് തങ്കപ്പൻ ചേട്ടനും കുടുംബവും. വരന്തരപ്പള്ളി പഞ്ചായത്ത് വാർഡ് 22 മാട്ടുമലയിൽ
തകർന്നു വീഴാറായ ഒരു വീട്ടിൽ ഭീതിയോടെ കഴിയുകയാണ് 4-അംഗ കുടുംബം. നിരാലംബരും രോഗികളുമായ 4 പേരാണ് ഈ വീട്ടിൽ വലിയ ഭീതിയോടെ കഴിയുന്നത്. ഇപ്പോൾ ഈ വേനൽ മഴ കൂടി പെയ്യുന്ന സാഹചര്യത്തിൽ ഓരോ രാത്രിയും ഭീതിയോടെയാണ് ഇവർ തള്ളി നീക്കുന്നത്. പഞ്ചായത്തിന്റെ വീടിന് അർഹതപ്പെട്ടവരുടെ പട്ടികയിൽ ഇവർ ഇടം പിടിച്ചിട്ടുണ്ട്. ഏതായാലും അധികൃതരുടെ ഒരു സഹായം ഇവരുടെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. വർഷക്കാലത്തിന് മുൻപ് തന്നെ അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീട്, അതാണ് തങ്കപ്പച്ചേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും ആഗ്രഹം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. സമൂഹത്തിൽ ഐക്യത്തിന്റെയും ഒത്തൊരുമയുടെയും സന്ദേശം പകരുക എന്നത് ലക്ഷ്യവുമായി നെന്മണിക്കരയിൽ ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു. ചെറുശ്ശേരി വിവേകാനന്ദാശ്രമം മഠാധിപതി സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരനും ഗാനരചയിതാവുമായ ഹരിദാസ് ഹിന്ദുസ്ഥാൻ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘം വിഭാഗ് പ്രൗഢപ്രമുഖ് കെ ലൗലേഷ്, ജ്യോതിഷ പണ്ഡിതരായ വിദ്യാധരൻ മാസ്റ്റർ ഇറവക്കാട്, പ്രഭാഷ് പണിക്കർ, NSS കരയോഗം പ്രസിഡന്റ് PR സതീഷ്, SNDP ചിറ്റിശ്ശേരി മേഖലാ പ്രസിഡന്റ് ഷീബു കീടായി, സംഘാടക സമിതി കൺവീനർ CK ശ്രീനിവാസൻ, സഹകൺവീനർ AG രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. രാഷ്ട്രീയ സേവക സംഘം പലപ്പോഴും വിവാദ വേദികളിൽ അവതരിപ്പിക്കാറുണ്ട്. കാലാവസ്ഥ. കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ECG ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. നിബന്ധനകൾക്ക് വിധേയമായി പ്രതിദിന വേതനം 800 രൂപ നിരക്കിൽ. പ്രതിമാസം ഏറ്റവും കൂടിയ തുക 21,600 രൂപ. പരമാവധി 89 ദിവസത്തേക്കാണ് നിയമനം. താൽപര്യമുള്ള 18-നും 36 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം മാർച്ച് 3 രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂവിനായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ മുളകുന്നത്തുകാവിലുള്ള കാര്യാലയത്തിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0437220010 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 15,630 രൂപ, പവന് 1,25,040 രൂപ. പൂക്കോട് കൈപ്പിള്ളി അപ്പു നായർ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. അളഗപ്പ ടെക്സ്റ്റൈൽസ് മിൽ സഹകരണ സംഘം ആദ്യകാല സെക്രട്ടറിയായിരുന്നു. സംസ്കാരം നടത്തി. നിർമ്മല ഭായയാണ് ഭാര്യ. വിജയലക്ഷ്മി, പ്രേമലത, പത്മിനി, ജയകുമാർ, ശൈലജ, മനോജ് കുമാർ എന്നിവർ മക്കളും. ഗോപാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, ജയൻ, മാലിനി, സുരേഷ്, ലക്ഷ്മി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കല്ലൂർ നായരങ്ങാടിയിൽ മരം മുറിക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ തൊഴിലാളി മരിച്ചു. മരിച്ചത് പാറക്കാട് വാഴക്കാല മെൽവിൻ. പുതുക്കാട് മുപ്ലേം ഇഞ്ചക്കുണ്ട് കോടാലി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. തൃശൂർ ജില്ലാ കളക്ടറായി ശിഖ സുരേന്ദ്രൻ ചുമതലയേറ്റു. അർജുൻ പാണ്ഡ്യനെ യാത്രയാക്കി സഹപ്രവർത്തകർ. ലഹരി വർജന മിഷൻ വിമുക്തിയുടെ 5ാം ഘട്ടമായ കമ്മ്യൂണിറ്റി റീച്ച് ഔട്ട് പ്രോഗ്രാമിന്റെ ഇരിങ്ങാലക്കുട മണ്ഡലം തല ഉദ്ഘാടനം മന്ത്രി R ബിന്ദു നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.